ശരി, അതാണ് ചൂണ്ടിക്കാട്ടാനുള്ളത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഉല്ലാസ് ബാബു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഉല്ലാസ് ബാബു, ദാ എം നൌഷാദ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് പോലെ മറുപടി പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണോ സംസ്ഥാനത്തെ BJP നേതാക്കളുള്ളത്? എയിംസ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇത് എവിടെ വെക്കണം എന്ന് മാത്രം അറിവില്ല. അത് ആലപ്പുഴയിൽ വെക്കണോ, തിരുവനന്തപുരത്ത് വെക്കണോ, അതോ തൃശ്ശൂർ വെക്കണോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. ഇത് ഒന്നും പറ്റിയില്ല, ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി കളയുമെന്നായിരുന്നു ഭീഷണി. ഇപ്പോൾ ഒരു മറുപടി പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണോ യഥാർത്ഥത്തിൽ നിങ്ങളെ സംബന്ധിച്ചുള്ളത്? മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയാണ് രേണുകോട് ആരാ പറഞ്ഞത്? ആർക്കും എന്താ മറുപടി പറയാൻ കുഴപ്പമുള്ളത്? ഇവിടെ എയിംസ് തരില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഭരണകാലത്ത് കേന്ദ്രത്തിന്റെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ശ്രീ JP നഡ്ഡാജി അല്ല ഒന്ന് പറയാൻ സമ്മതിക്കുന്നു. ഞാൻ പറഞ്ഞതിന് ശേഷം ചോദിച്ചാൽ മറുപടി പറയാം. കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പറയണേ. കേന്ദ്ര ആരോഗ്യമന്ത്രി കേരളത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ എയിംസ് ഉണ്ടാകും. ഞങ്ങളുടെ ഭരണകാലയളവിൽ 5 വർഷത്തിൻ്റെ കാലയളവിൽ കേരളത്തിന് കൃത്യമായി എയിംസ് ഉണ്ടാവും. ഇവിടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യം, ബഡ്ജറ്റിൽ എവിടെയും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ബഡ്ജറ്റിൽ പറയുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ മാത്രമല്ല പുറത്തു ഉണ്ടാവാറുള്ളത്. ബഡ്ജറ്റിൽ ഇന്ന കാര്യങ്ങളെന്നും പറഞ്ഞിട്ടുമില്ല. സ്വാഭാവികമായിട്ട് ഈ റെയിൽവേയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, 4 ട്രെയിൻ അതിന് മുൻപ് 14 ദിവസം കൂടി മാറ്റിവെച്ചിട്ട് ബഡ്ജറ്റിൽ കേരളത്തിനെ ചേർത്ത് പിടിച്ചു കേന്ദ്രം എന്ന് പറയിപ്പിക്കാമായിരുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയം ഉണ്ടായിരുന്നുവെങ്കിൽ 4 ട്രെയിൻ കൊടുത്തതിന് 10 ദിവസം നീട്ടി വെച്ചാൽ മതിയായിരുന്നല്ലോ. അങ്ങനെ ഇല്ലെന്ന്. ഇവിടെ ഏത് റോഡ് മറ്റേ ഹൈവേയുമായി അങ്ങനെ മാറ്റിവെപ്പിക്കേണ്ടായിരുന്നു. കേരളത്തിന് എന്തെങ്കിലും വാങ്ങിയെടുത്തിട്ട് നമ്മൾ വാങ്ങി ഞങ്ങളാണ് വാങ്ങിച്ചു തന്നതെന്ന് പറയാമായിരുന്നല്ലോ ശ്രീ ഉല്ലാസ് ബാബു. നോക്കൂ, ഞങ്ങളാണ് ഇതിന് നേതൃത്വം നൽകിയത്, ഞങ്ങളുടെ സമ്മർദ്ദമാണ് കേരളത്തിന് ഇത് കിട്ടാൻ ഇടയാക്കിയതെന്ന് പറയാമായിരുന്നു. അതുണ്ടായില്ല. അല്ല, അത് രേണുക അങ്ങനെ പറഞ്ഞു, അത് കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. കേന്ദ്രം ഭരിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ടാക്കി എടുക്കാനൊന്നും ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് വേണ്ട കാര്യങ്ങൾ വളരെ വൃത്തിയും വെടുപ്പുമായിട്ട് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഒരു കാര്യത്തിൽ പോലും പിന്നാക്കം നിന്നിട്ടില്ല. കേരളത്തിൽ 2009 മുതൽ 2014 മുതൽ വരെ കൊടുത്തിരുന്നതിൽ നിന്ന് 2014 മുതൽ 2026 വരെ കൊടുത്തിരുന്ന സംഖ്യ എത്രയാണെന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം. നോക്കൂ, ഗുജറാത്തിനെ പോലെ തന്നെ കേരളത്തിനെ പോലെ തന്നെ കർണാടകയും ഒക്കെ ഇതിൻ്റെ പദ്ധതി വിഹിതം കൃത്യമായി വർദ്ധിച്ചു. എന്ത് അടിസ്ഥാനത്തിലാണ്? കേരളത്തിനകത്ത് രാഷ്ട്രീയം നോക്കിയിട്ടാണോ? അല്ലല്ലോ. എത്ര കോടി രൂപയുടെ വ്യത്യാസം ഇത്തവണ ബഡ്ജറ്റിനകത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് അതൊക്കെ കേരളത്തിന് അവകാശപ്പെട്ടതാണല്ലോ ശ്രീ ഉല്ലാസ് ബാബു. അതുപോലെ തന്നെയാണ് ഈ പ്രത്യേകമായി അനുവദിക്കുന്ന പദ്ധതികൾക്കും കേരളത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. അതുപോലെയാണ് താങ്കൾ പറഞ്ഞു എയിംസ് ആർക്കും കൊടുത്തില്ലല്ലോ ഇത്തവണ എന്ന് പറഞ്ഞു. പക്ഷേ കൊടുത്ത വർഷങ്ങളുണ്ടല്ലോ, അവിടെ കേരളം പരാമർശിക്കപ്പെട്ടില്ല, കേരളത്തിന് കിട്ടിയില്ല. ഇത്തവണ 7 റെയിൽ കോറിഡോർസ് പ്രഖ്യാപിച്ചുവല്ലോ, കേരളമില്ല. കേരളത്തിന് എന്താ അതിന് അവകാശമില്ലേ, അർഹതയില്ലേ? ഇന്നലെ റെയിൽവേ മന്ത്രി എന്താ പറഞ്ഞത്? നിങ്ങൾ കേരളത്തിന് പുറത്തു പോയാൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് വേണ്ടി കാത്തിരുന്നു. അദ്ദേഹത്തിന് അതിവേഗ റെയിലിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അദ്ദേഹം ഒരു ഉറപ്പും നൽകുന്നില്ല. അത് ഭാവിയിൽ ഉണ്ടാകും, എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുമെന്ന വാക്കിൽ ഒതുക്കുകയാണ് അദ്ദേഹത്തിന്റെ മറുപടി. എന്തിനാണ് ഇവിടെ ഈ ശ്രീധരൻ ഓഫീസ് തുറന്നത് എന്നത് കൂടി നിങ്ങൾ വിശദീകരിക്കണം. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ രേണുക വെറുതെ ചൂടായിട്ട് കാര്യമില്ല. 372 കോടി റുപ്യാണ് 2009 മുതൽ 2014 വരെ ഇവരുടെ ഈ UPA സർക്കാരുണ്ട് സമയത്ത് കൊടുത്തത്. ഇത്ര NDA സർക്കാർ വന്ന സമയത്ത് എത്ര കൊടുത്തത്? 3795 കോടി റുപ്യ. എന്താ രേണുവയ്ക്ക് അത് വായിക്കാൻ പറ്റാത്ത? 372 ആണോ വലുത്, 3795 ആണോ വലുത്? എന്താ രേണുവയ്ക്ക് അത് മനസ്സിലാകും? ഓരോ വർഷവും റെയിൽവേയുടെ ആ വിഹിതം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉയർന്ന വിഹിതം ഓരോ സംസ്ഥാനത്തിനും ലഭിക്കുന്നതാണ്. കാസർഗോഡ്, കായംകുളം, കൊല്ലം, കോഴിക്കോട്, കുട്ടിപ്പുറം, മാവേലിക്കര, നെയ്യാറ്റിൻകര, നിലമ്പൂർ, ഒറ്റപ്പാലം, പരപ്പനങ്ങാടി, പയ്യന്നൂര്, പുനലൂര്, ഷൊർണൂര്, തലശ്ശേരി, തിരുവനന്തപുരം, തൃശ്ശൂർ, തിരുവല്ല, തൃപ്പൂണിത്തുറ, വടകര, വർക്കല, വടക്കാഞ്ചേരി, ഇത്രയൊക്കെ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ റീഡെവലപ്മെന്റ് നടത്തുന്നത് എന്താ രേണുവയ്ക്ക് മനസ്സിലാവുന്നില്ലേ? രേണുവയ്ക്ക് എന്താ വായിക്കാൻ അതൊന്നും തോന്നാത്തത്? എന്താ രേണുവയുടെ മാധ്യമ പ്രവർത്തന രംഗത്ത് ഇത്ര കോടി റുപ്യ അതിനകത്ത് ചെലവാക്കുന്നത് കാണാൻ പറ്റാഞ്ഞത്? എന്താ റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്? എന്താ രേണുവയ്ക്ക് കാണാൻ സാധിക്കാത്ത അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് 13 കംപ്ലീറ്റ് രാഷ്ട്രീയ തട്ടിപ്പുമായിട്ട് എന്റെ അടുത്തേക്ക് വരരുത്. നിങ്ങളുടെ മാധ്യമങ്ങളിൽ കാര്യങ്ങൾ പറഞ്ഞു.
ഞാൻ ചോദിക്കട്ടെ അതിവേഗ റെയിലിന്റെ കാര്യത്തിൽ തരില്ല എന്ന് പറഞ്ഞോ? ഞാൻ ചോദിക്കട്ടെ, അങ്കമാലി മുതൽ ശബരിമലയുള്ള കാര്യത്തിൽ, തിരുനാവായ ഗുരുവായൂർ കാര്യത്തിൽ എല്ലാം കൃത്യമായിട്ട് പ്രവർത്തനം കൃത്യമായി തുടങ്ങുന്നതായിട്ട് പറഞ്ഞില്ലേ? കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ആ സ്ഥലങ്ങൾ അനുവദിച്ചു കൊടുക്കണം, എടുത്തു കൊടുക്കേണ്ട ചുമതല അവർ ഏറ്റെടുക്കണമെന്നും അവർ കൃത്യമായിട്ട് വേഗം ചെയ്താൽ അതിന് വേണ്ടുന്ന ഫണ്ടടക്കം മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞില്ലേ? എന്തിനാണ് അത് മനസ്സിലാക്കാത്തത്? പിന്നെ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വി ശ്രീധരൻ എല്ലാവിധ പിന്തുണയും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ വേണ്ട പോലെ കൃത്യമായി ചെയ്തിരിക്കും. നിങ്ങൾക്ക് എന്താ യു പി എസ് സർക്കാർ ഇത്ര കാലം ഉണ്ടായിരുന്ന സമയത്ത് യു പി എസ് സർക്കാർ 10 വർഷം എന്താ ഒരു സംശയമില്ല ഈ ശ്രീധരന് വേണ്ട എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാർ കൃത്യമായി കൊടുക്കുമെന്ന് ഒരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, 10 വർഷക്കാലം യു പി എസ് സർക്കാർ ഇരുന്ന സമയത്ത് കേരളത്തിനോട് എന്താ ചിറ്റമെന്നാ ഞാൻ കാണിച്ചത്? എന്താ ചോദിക്കാൻ രേണുകയുടെ നാവ് പൊന്താത്തത്? എന്താണ് ആങ്കർ ആ വിഷയം സംസാരിക്കാത്തത്? 372 കോടി കൊടുക്കാനുള്ള പ്രാപ്തിയിൽ നിങ്ങൾക്കുണ്ടായിരുന്നു. 3970 കോടി കൊടുത്ത കേന്ദ്ര സർക്കാരിന്റെ നയം കൃത്യമല്ലെന്ന് ചോദിക്കാൻ എന്താ രേണുകയ്ക്ക് സാധിക്കാത്തത്? ഇലക്ട്രിഫിക്കേഷൻ കേരളത്തിൽ നടന്ന എന്താ രേണുക കാണാഞ്ഞ്? 100% ഇലക്ട്രിഫിക്കേഷൻ കേരളത്തിൽ രാഷ്ട്രീയ തിമിരം ബാധിക്കരുത് ആങ്കർക്ക്. ആങ്കർ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവരുത് കേട്ടോ. ഞാൻ ഒരു വക്താവുമായില്ല. കേരളത്തിൽ ഒരു മനുഷ്യനും അതിവേഗ റെയിൽ കിട്ടിയില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആമയുടെ ഫോട്ടോ ഉപയോഗിച്ച് സമൂഹ മാധ്യമത്തിൽ അവർക്ക് അവരുടെ വിഷമം പറയേണ്ടി വരുന്നത് ഏത് സാഹചര്യത്തിലാണ്? എന്റെ 35 റെയിൽവേ സ്റ്റേഷൻ റീഡെവലപ്പ് ചെയ്ത് രേണുകയ്ക്ക് കാണാൻ സാധിക്കാത്തത് എന്താണ്? 3792 കോടി രൂപ റെയിൽവേ കൃത്യമായി കേരളത്തിന് മാറ്റിവെച്ച കാര്യം രേണുകയ്ക്ക് പറയാൻ സാധിക്കാത്തത് അത് വലിയൊരു കാര്യമാണ് എന്നും അത് കേന്ദ്രത്തെ അഭിനന്ദിക്കാനും രേണുകയ്ക്ക് എന്റെ മനസ്സ് വരാത്തത് ആ രാഷ്ട്രീയ തിമിരമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ തിമിരക്കണ്ണും വെച്ച് നോക്കിയാൽ കേരളത്തിലൊന്നും കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഓരോ വർഷവും കേരളത്തിന് ലഭിക്കുന്നുണ്ട്, റെയിൽവേ വിഹിതം ലഭിക്കുന്നുണ്ട്. കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. അത് പടിപടിയായി ഉയർന്നു വരുന്ന തുകയാണ്. അതുപോലെ കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന തുകയാണ് ഇത്തവണ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ബജറ്റിൽ ഒന്നും തന്നില്ല എന്നൊരു പരാമർശം പോലും ഞാൻ നടത്തിയില്ല. കേരളത്തിന് വേണ്ടി കേരളം ഏറെ പ്രതീക്ഷയോട് കാത്തിരുന്ന വലിയ പ്രഖ്യാപനങ്ങൾ അത് എയിംസും അതിവേഗ റെയിലുമായിരുന്നു. അതുണ്ടായില്ല. ഇന്ന് റെയിൽവേ മന്ത്രിയുടെ വാർത്താ സമ്മേളനം വരുമ്പോൾ അക്കാര്യത്തിൽ ഒരു ഉറപ്പെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഉണ്ടായില്ല. പൊന്നാനിയിൽ ഒരു ഓഫീസ് തുറന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ്, അതിന്റെ പ്രാരംഭ നടപടികൾക്ക് വേണ്ടിയാണ് എന്നെങ്കിലും റെയിൽവേ മന്ത്രി പറയുമെന്ന് കരുതി. അതും ഉണ്ടായില്ല. റെയിൽവേ മന്ത്രിക്ക് അത്തരം ഒരു അറിവും അതുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറിച്ച് ഈ ശ്രീധരന്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച ഏതെങ്കിലും പ്രവർത്തനമാണ് എന്നതിന്റെ ഒരു ഉറപ്പല്ല. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ ശ്രീധരൻ അത് അവിടെ ചെയ്യുന്നത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും. താങ്കൾ അല്പം രോഷം അടക്കിയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ റോണി കെ ബേബി, ഇന്ന് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.